തിരുവനന്തപുരത്ത് താൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് അതിക്രമം നടത്തുകയും ഗേറ്റ് ഇളക്കുകയും ഗാർഡിനെ ആക്രമിക്കുകയും വാതിലിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു. എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അക്രമം നടത്തുന്നതെന്ന് മന്ത്രി ചോദിച്ചു. പത്തനംതിട്ടയിൽ YMCAയിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ റീത്ത് വയ്ക്കുമെന്നും അവർ പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി വിഷയത്തിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. മന്ത്രിയല്ല ശസ്ത്രക്രിയ നടത്തുന്നതും പഠിപ്പിക്കുന്നതും. അവിടെ ചികിത്സാ പിഴവ് എത്രയോ നാളുകൾക്ക് മുൻപ് നടന്നതാണ്. VD സതീശന്റെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്ന അക്രമമാണ് ഇത്. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് നടത്തുന്നത്. ആളുകളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു ചികിത്സാ പിഴവും സർക്കാർ അംഗീകരിക്കുകയില്ല. സർക്കാർ സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചു. അടുത്ത കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ദയനീയ തോൽവിയുണ്ടാകും. അവരുടെ ഉപദേശകൻ കനകോല് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത് ഹീനമായ അക്രമവും കോൺഗ്രസ് നടത്തുകയാണ്. ആരോഗ്യ മേഖലയിലെ കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശനും കൂട്ടരും സ്വീകരിച്ചിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണത് UDF ഭരണസമിതിയുടെ ആരോഗ്യമന്ത്രി ശിവൻകുമാറിൻ്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ്. ഇതിൻ്റെ പേരിലും തനിക്കെതിരെ പ്രതിഷേധമുയർന്നു. ഹീനമായ രീതിയിലാണ് കോൺഗ്രസുകാർ പെരുമാറുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നേ പറയാനുള്ളൂ. 10 വർഷം മുൻപേയുള്ള ആരോഗ്യമേഖലയിലെയും ഇപ്പോഴത്തെയും സ്ഥിതി പരിശോധിക്കട്ടെ. സർക്കാർ സിസ്റ്റം തകർച്ചയിലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. നിങ്ങളുടെ ഈ ഇതേ ആളുകളല്ലേ അപ്പുറത്ത് പൂർത്തിയായിട്ടുള്ള ഇൻഡോർ സ്റ്റഡി ഉണ്ടോ? ആന്റോ ആന്റണിയുടെ 3 കല്ലിട്ട കല്ല് ഭൂമിക്കടിയിൽ കുഴിച്ചെടുക്കട്ടെ. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിന്റെ പേര് കൃഷ്ണമോഹൻ. അപ്പോ അവരുടെ പൂർത്തിയാകാത്ത പദ്ധതിയും തുടങ്ങാത്ത പദ്ധതിയും UDF കല്ലിട്ടതാണ് അല്ലേ? ആണോ കൃഷ്ണമോഹൻ? അല്ല, UDFന് സ്റ്റേഡിയത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? 15 വർഷം കേരളത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് കല്ലിടിയിപ്പിച്ച സ്റ്റേഡിയം എവിടെ? കൃഷ്ണമോഹൻ എന്റെ കൂടെ ഒന്ന് വന്ന് കാണിച്ചു തരാമോ? ആ കല്ല് നമുക്ക് രണ്ടും കൂടെ ആളെ നിർത്തി ഒന്ന് കുഴിച്ചിളക്കാം അവിടുന്ന്. ആ 3 കല്ലവിടെ കിടപ്പുണ്ട്. അല്ല, UDFനോട് ഞാൻ ചോദിച്ചു, വേദിയിൽ തന്നെ ചോദിച്ചല്ലോ. അപ്പൊ അവർക്ക് ബാക്കി മറുപടികൾ കേൾക്കണമായിരുന്നെങ്കിൽ അവരുടെ നിൽക്കണമായിരുന്നു. അവരാലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം വിളിച്ചു ചേർത്തത്. അപ്പൊ അവരിതിലെ യോഗത്തിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയും. ഇപ്പൊ തയ്യക്കാർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്രിക കിട്ടും. ആ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊരു നാണംകെട്ട വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ട ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ. ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന നടപടിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി ഇത് അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ സംഘാടക സമിതി. ഞങ്ങൾ ആരെയും അടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കുവാൻ മന്ത്രി തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ, SFIയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിവേഗം പുരോഗമിക്കുന്നു. അതിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അതാരും വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതൊരു ഗവൺമെന്റ് വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ അധികാരവും പോയില്ലേ? 13 ഏക്കർ സ്ഥലത്തിന്റെ അധികാരം പോയില്ലേ? അവിടെ ഇനിയും ആളുകൾക്ക് ഈ ജനങ്ങൾക്ക് ഈ സ്റ്റേഡിയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കപട ഉദ്ഘാടനം നടത്തുന്നത് ഞങ്ങൾ പറയുന്നത്. ഈ കപട ഉദ്ഘാടനം നടത്താതെ ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനം ചെയ്യണം. കപട ഉദ്ഘാടനം വെച്ചാൽ അപ്പൊ കഴിഞ്ഞ തവണ ഇവർ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെയായിട്ട് ഞങ്ങൾ പ്രതിഷേധം. ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ഈ കള്ള കപട ഉദ്ഘാടന മാമാങ്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ആരോഗ്യമന്ത്രിയെ വിളിച്ച് പോകുന്നതാണോ? ഞാൻ സംസാരിച്ച ഒരാളെ സംസാരിച്ചു. ചാനലിൽ കൊടുക്കുന്നതായിട്ട് എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. പ്രവീൺ, ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ.
അല്ല എന്നെ ആരെങ്കിലും സംസാരിച്ചോ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോ ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ, അതില്ല സത്യം അത് പറഞ്ഞാൽ മതി. അത്രയല്ലേ. പക്ഷെ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ വിളിച്ച് പ്രവർത്തകർ തെറ്റായ വാർത്തയാണ്. ദയവായിട്ട് തിരുത്തണം. ഇത് ലൈവായിട്ട് ഉണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം. ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗം എന്തിനാണ്? സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രി ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ സഹകരിക്കില്ല പറഞ്ഞു. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ കൂവി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിന്റെ സ്ക്രീനിൽ എങ്ങനെ വരുന്നത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകരുള്ളതാണ്. തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കുന്നത്. കൂവി വിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ, അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീൺ അത് പറഞ്ഞു. പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമില്ല എന്നുള്ളത് പറഞ്ഞതാ. അതെ പ്രവീൺ ഇപ്പൊ സത്യം പ്രവീൺ പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു. പ്രവീൺ അപ്പോ അല്ല, ഞാൻ ചോദിക്കുന്ന അർഷീന ഇപ്പോഴും എന്താണ് അവരെ നീതി കിട്ടുന്നത് പറയുന്ന കാര്യം എന്താ? നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അർഷീനയുടെ സംഭവം ആരോഗ്യവകുപ്പ് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുത്ത് കേസുണ്ടോ? അല്ല, ആരോഗ്യമന്ത്രി നേരിട്ട് പോയി അർഷീനോട് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് തോളത്തട്ടി കഴിക്കേണ്ട എന്ത് നീതിയാണ് കൊടുത്തത്? ആ നീതിയാണ് തിരിച്ചു വന്നിട്ട് 2 ലക്ഷം രൂപ മന്ത്രിസഭ തീരുമാനിച്ച സമാശ്വാസം, ആദ്യ സമാശ്വാസമുള്ള നിലയിൽ കൊടുത്തിരുന്നു. അതിലാണ് അവർക്ക് പ്രശ്നം. അതാണോ അവർ ചെയ്യുന്നത്? അല്ല, രണ്ടാമത്തെ കാര്യം അത് ആദ്യ സമാശ്വാസമാണല്ലോ. രണ്ടാമത് ഈ കേസ് പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടോ? കോടതിയിൽ കേസുണ്ടോ? പറഞ്ഞാട്ടെ, എനിക്ക് അങ്ങേക്ക് അറിയാമോന്നൂടെ അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടോ? ഇല്ല അവരല്ല, അല്ലല്ല ഇതിലാണ് ചോദിച്ചത്. അപ്പോൾ അതില് കോടതി കേസ് നടക്കുകയാണ്. കോടതിയുടെ വിധി അനുസരിച്ചിട്ട് അതിൽ തീരുമാനമുണ്ടാകും എന്നുള്ളത് പറഞ്ഞു. അത് ഏത് വ്യക്തിയാണെങ്കിലും ഈ ഒരു ഡോക്ടേഴ്സും ഒരു ആരോഗ്യ പ്രവർത്തകരും അവർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. സാധാരണക്കാർക്ക് ഒരു കാരണവശാലുള്ള പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പിഴവുണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. സാധാരണക്കാർ വിഷമിക്കാൻ പാടില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞത്? മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. ഇത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഡോക്ടറിനെ അങ്ങനെ നടപടിയെടുത്തു. ഞാൻ അങ്ങനെ നടപടിയെടുത്തു. അത് മാത്രമല്ല മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചു. ഒറ്റ കാര്യം ഉറപ്പിച്ച് പറയാനുള്ളൂ. ആരെന്ത് പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വീഴ്ച. കാരണം സാധാരണക്കാരായ ആളുകൾ വരുന്നതാണ് ആശുപത്രി. ആ ആശുപത്രിയിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡോക്ടർമാർ. അത് സ്വകാര്യ ആശുപത്രിയാണെങ്കിലും സർക്കാർ ആശുപത്രിയാണെങ്കിലും അതിലൊരു കാരണവശാലും പിഴവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. ആ വ്യക്തികൾ, ആ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു എന്ത് പകരം വെച്ചാലും അതിന് പകരമാവില്ല. അപ്പോൾ ആ നിലയിൽ അത് സർക്കാർ സംവിധാനത്തിലാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഒരേപോലെ തന്നെ നമ്മളത് കാണണം. സർക്കാർ സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ മിനിസ്റ്റർ. കാരണം എത്രയോ വിഷയങ്ങളാണ്, എത്ര വർഷങ്ങൾ ഈ കഴിഞ്ഞ അടുത്ത കാലം നമ്മൾ പരിശോധിക്കുമ്പോൾ ആലപ്പുഴ മണ്ഡലം മെഡിക്കൽ കോളേജിലായാലും തിരുവനന്തപുരത്തായാലും നെടുമങ്ങാടായാലും എത്രയോ വിഷയങ്ങൾ നമ്മൾ എത്ര യോഗം വിളിച്ചു. അല്ല, ആലപ്പുഴയിലെ ഈ വിഷയമാകട്ടെ അന്നിപ്പോ ഈ സർക്കാർ ചുമതലയേൽക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവം. പക്ഷെ എന്താ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. ഇതിൽ നമ്മൾ കാണേണ്ടത് ഒരു പിഴവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പിഴവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് 2 രീതി പാടില്ല അതിൽ. അതുകൊണ്ട് ഈ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആർദ്ര മിഷൻ നമ്മൾ ആവിഷ്കരിച്ചത്. ആ ആർദ്ര മിഷനിലൂടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇന്നലെ തന്നെ എത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടത്.
5 വർഷം അല്ല 50 വർഷം ഇരുന്നാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെ അവർക്ക് പൂർണ്ണ കവചം ഒരുക്കുകയാണ്. കാരണം എന്ത് വന്നാലും സംഘടന അവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാട് കൂടി അവർക്കുണ്ട്. എന്ത് കാണിച്ചാലും സർക്കാർ നടപടിയെടുത്താൽ ഞങ്ങൾ സംഘടന സംരക്ഷിക്കുമെന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത്. അല്ല, തെറ്റാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. ആലപ്പുഴയിൽ ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഞാൻ ഇന്നലെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. ആലപ്പുഴയിൽ ഉണ്ടായത് അത് എത്ര വർഷം മുൻപുണ്ടായിക്കോട്ടെ, എത്ര വർഷം മുൻപും ആയിക്കോട്ടെ, അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ ശ്രീമതി ഉഷയുടെ മകനെ വിളിച്ചു, 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഇന്നലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണുന്നു. ഡോക്ടറുടെ വീട്ടിൽ പോയി കണ്ടിട്ട് സ്കാനിങ് ഉൾപ്പെടെ അവിടെ ചെയ്തു. ചട്ടപ്രകാരം അന്ന് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ട് ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ശ്രീമതി ടീച്ചറിന്റെ കാലത്ത് സ്വകാര്യ പ്രാക്ടീസ് നിർത്തലാക്കിയതാണ്. നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്നുണ്ട്. അവർ തന്നെ പറയുകയാണ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോഴും സ്വകാര്യ പ്രാക്ടീസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും നടപടി എടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായ നടപടി എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വിജിലൻസ് ആക്റ്റീവ് ആണോ ആരോഗ്യ സ്വകാര്യ ആശുപത്രി വീഴ്ച വെക്കുമ്പോൾ കാർഡില്ല, പ്രതിഷേധമില്ല, അതെന്താണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ